സർ, ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ വളരെ വിശദമായി സംസാരിച്ചു. എനിക്കൊരു അഭ്യർത്ഥന, രാഷ്ട്രീയം പറയണം, ആക്ഷേപങ്ങൾ ഉന്നയിക്കണം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഇപ്പൊ ലൈഫ് പദ്ധതി നിർത്താൻ പോവാണെന്ന്. ശരിയാണോ? ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് പണം നീക്കി വെച്ചിട്ടില്ലേ? അതില് വലിയ ആക്ഷേപമാണ് പട്ടികജാതി പട്ടികവർഗ സംഘടനകൾക്ക്. അവർക്ക് പഴയതുപോലെ നടക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാർക്കും അതേ അഭിപ്രായമായിരുന്നു. അവരോട് ചോദിക്കണം. ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് നേരത്തെ ഉണ്ടാകുന്ന വീടുകൾ ഉണ്ടാകുന്നില്ല. ഈ രണ്ടു കൂട്ടരും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ജനറൽ പ്രോജക്റ്റിൽ അവരെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അവർക്ക് നേരത്തെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ഞങ്ങൾ വാക്കുകൊടുത്താണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് പ്രത്യേകമായ ഭവന നിർമ്മാണ പദ്ധതികൾ ഉണ്ടാവും. അത് ലൈഫിനെ തകർക്കാനൊന്നും അല്ല പോകുന്നത്. എന്റെ കയ്യിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ വീണ്ടും വീണ്ടും സ്വകാര്യവൽക്കരണം. എന്ത് ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ഒരു വാചകം പോലും സ്വകാര്യവൽക്കരണത്തെ കുറിച്ചില്ല. ഞങ്ങൾ മിനറൽ കോറിഡോർ പറഞ്ഞപ്പോൾ ഒരു വാചകം പോലും ഇല്ല. നിങ്ങൾ വന്ന് ഞങ്ങളെ വിമർശിച്ചത് നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് എല്ലാ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടാ മിനറലിന്റെ കാര്യത്തിൽ. കുഞ്ഞാലി സാഹിബ് പറഞ്ഞപ്പോ, വ്യവസായ മന്ത്രി പറഞ്ഞപ്പോ അത് ഒരു മയത്തി പറഞ്ഞൊന്നും മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ്? മോണോസൈറ്റ് ക്രാക്കിംഗ് ആണ്. മിനറൽ ഇതിന്റെ ഭാഗമാണ്, മിനറലാണ്, അതിന്റെ ക്രാക്കിംഗ് ആണ്. എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ കേട്ടോ, 265ാമത് ബോർഡ് മീറ്റിംഗ് KMMLന്റെ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ, that meeting directed to go for open short global tender based on the expression of interest. നേരത്തെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നടത്തി. എന്നിട്ട് ഇത് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ KMML മിനറൽ സെക്ടറിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഗവൺമെന്റാണ് തീരുമാനിച്ചത്. എന്നിട്ട് ഗ്ലോബൽ ഇ ടെൻഡർ പബ്ലിഷ്ഡ് ഓൺ 20th അതായത് ജനുവരി 20 2026 ഗ്ലോബൽ ടെൻഡർ പബ്ലിഷ് ചെയ്തു. ദ ഗ്ലോബൽ ഓപ്പൺ ഇ ടെൻഡർ വാസ് ഓപ്പൺഡ് ഓൺ ആൻഡ് ഫൗണ്ട് 3 offers were received from. 3 ഓഫർ കിട്ടി. ആരൊക്കെയാണ്? മെസേഴ്സ് അമയ സ്മാർട്ട് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, മെസേഴ്സ് മിഡ്വെസ്റ്റ് ലിമിറ്റഡ് ആൻഡ് മെസേഴ്സ് ട്രൈഡന്റ് മൈൻസ് ആൻഡ് മിനറൽസ്. ഈ 3 കമ്പനികൾ. എന്നിട്ട് 267ാമത്തെ ബോർഡ് യോഗം പോണപ്പോക്കിൽ നിങ്ങളുടെ അധികാരത്തിൽ നിന്ന് നിങ്ങൾ പോണപ്പോക്കിൽ 2026 ഫെബ്രുവരി 25 ചേർന്ന ബോർഡ് യോഗം. KMMLന്റെ ബോർഡിൽ ആരൊക്കെ ഇരിക്കുന്നത്? ഗവൺമെന്റ് ഒഫീഷ്യൽസ് അടക്കം ആളുകൾ ഇരിക്കുന്ന ബോർഡ് എടുത്ത തീരുമാനം എന്താണ്? നമ്പർ 1, ടു ഇഷ്യൂ വർക്ക് ഓർഡർ. ആർക്കാണ്? ടു മെസേഴ്സ് മിഡ്വെസ്റ്റ് ലിമിറ്റഡ് ഹൈദരാബാദ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ പ്രോജക്ട് വർക്ക്സ് ആസ് പെർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ടെൻഡർ. ഞാനൊന്നും പറയുന്നില്ല. അതിന്റെ ആക്ഷേപം കേട്ടത് ആരാ? ബജറ്റിൽ ആക്ഷേപം കേട്ടത് ആരാ? ഞാനാണ് ആക്ഷേപം കേട്ടത്. ഒരാഴ്ച ആഘോഷിച്ചു മിനറൽ കോറിഡോർ. കേരളത്തിലെ കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു ഈ ഗവൺമെന്റ്. മുഖ്യമന്ത്രി അതിന് കുടപിടിച്ചു കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ബജറ്റിൽ ഒരു വാചകം പോലും ഇല്ല. ഇതെല്ലാം ചെയ്തു വെച്ച ആളുകളാണ് വന്ന് ഞങ്ങളെ വിമർശിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഹൈദരാബാദിലെ കമ്പനിക്ക് മോണോസൈറ്റ് ക്രാക്കിങ്ങിന് ഇതുവരെ ചെയ്യാത്ത ഒരു ഡീല് ചെയ്ത് എല്ലാം വെച്ചിട്ടാണ് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളുടെ നെഞ്ചു നേരെയാണ് നിങ്ങൾ മറക്കണം. ഒന്നും ചെയ്യില്ല. നിങ്ങളിവിടെ ബഹളമുണ്ടാക്കിയ ഒന്നും വേണ്ടാത്തതൊന്നും ഈ ഗവൺമെന്റ് ചെയ്യില്ല. വേണ്ടാത്തതൊന്നും. ഇനി പ്രതിപക്ഷം നന്നായി വർക്ക് ചെയ്തോ. ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇത് തെറ്റാണ്, ഞങ്ങൾക്കത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മാപ്പ് കൂടി പറഞ്ഞാൽ അത് പിൻവലിക്കും. അതിന് നിങ്ങൾ യു ടേൺ എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. തെറ്റ് പറ്റും. ഗവൺമെന്റുകൾക്ക് തെറ്റുപറ്റും, വ്യക്തികൾക്ക് തെറ്റുപറ്റും. പക്ഷെ ഒരു സതുദ്ദേശത്തോടുകൂടി ഇൻ ഗുഡ് ഫൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്, തിരുത്തേണ്ടത് പ്രതിപക്ഷമാണ്. നിങ്ങൾ ശരിയായ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ പ്രചരണം, ലൈഫ് പദ്ധതി നിർത്താൻ പോകുന്നു, കേരളം മുഴുവൻ സ്വകാര്യ വൽക്കരണമാണ്, എന്തെല്ലാമാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം മദ്യത്തിന്റെ കാര്യം ഇന്നുകൂടെ വീണ്ടും പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല.
ഞാൻ പഴയ കഥ 2021 തൊട്ടുള്ള ഫയൽ ഇവിടെ വായിച്ചപ്പോ ആരാണ് അതിന് പോയത്? ഇതുപോലൊരു പോക്ക് പോയതാ. ഏത് ഈ മിനറലിന്റെ കാര്യത്തിൽ പോയ പോലത്തെ ഒരു പോക്ക് പോയതാ. എല്ലാം തിരിച്ചടിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല, ഒരു വകുപ്പിനും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചും ചർച്ച ചെയ്തും രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടടുത്ത് രാഷ്ട്രീയ തീരുമാനമെടുത്തും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കണം. നമ്മൾ കൺവെൻഷനായി പറഞ്ഞു വരുന്ന ചില വാക്കുകൾ ഉപയോഗിച്ച് സർക്കാർ ചെയ്യുന്ന ഈ ബജറ്റിൽ അത്തരം ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. മാറ്റമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത 3 മാസം കഴിയുമ്പോൾ മുതൽ എന്റെ വാക്കാർ ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള വാക്കാർ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ 3 മാസം കഴിയുമ്പോൾ മുതൽ ഇതിന്റെ ഡെലിവറി ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും, ഡെലിവറി ഉണ്ടാവും. അതിന്റെ പുറകെയാണ് ഈ സഭാ സമ്മേളനം അവസാനിച്ചാൽ ഞങ്ങൾ എല്ലാം മാറ്റിവെച്ച് ഇതിനുവേണ്ടി പൂർണ്ണമായി അർപ്പിച്ച് ഈ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഓരോ ക്വാർട്ടറും നോക്കിക്കോ, ഓരോ 3 മാസം കഴിയുമ്പോഴും അഭിമാനത്തോടെ നമ്മുടെ നാടിന്, ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ നാടിന് അഭിമാനിക്കാൻ പറ്റാവുന്ന മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാവും. ഞങ്ങൾ കോൺഫിഡന്റാ. നിങ്ങൾ കൂടി അത്തരം കാര്യങ്ങളിൽ ഒരു ക്രിയാത്മകമായ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ പാസാക്കി തരണം എന്ന്